ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ. Nehru Group of Institutions. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സമരപരമ്പരകൾ കൊണ്ട് ദുരിതത്തിലായിരിക്കുകയാണ് പൊതുജനം. പെട്രോൾ പമ്പ് ഉടമകൾ, കോഴി വ്യാപാരികൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നിവ ഒരുമിച്ച് സമരത്തിനിറങ്ങിയതോടെയാണ് ജനങ്ങൾ വലഞ്ഞത്. അതിജീവനത്തിനപ്പുറമുള്ള സമരങ്ങൾക്ക് ഒരു പരിധിവരെ മൂക്കുകയറേണ്ടത് സർക്കാരാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ജനങ്ങളെ വലച്ച് പെട്രോൾ സമരം. തുടരെയുള്ള ഇന്ധനവില നിർണയത്തിനെതിരെ സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ സമരത്തിൽ. GST പ്രതിസന്ധി. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപക കടയടപ്പ് സമരം. വില നിയന്ത്രണത്തെ തുടർന്ന് കോഴി വ്യാപാരികൾ നടത്തിവന്ന സമരം പിൻവലിച്ചു. ധനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. റെയിൽവേ യാത്രക്കാരുടെ പ്രശ്നപരിഹാരത്തിന് പുതിയ സംഘടന. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ഇനി യാത്രക്കാരിലേക്ക്. വാർത്തകൾ വിശദമായി. GST പ്രകാരമുള്ള നടപടികൾ 3 മാസത്തേക്ക് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നസ്രുദ്ദീൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾ കടയടപ്പ് സമരം നടത്തി. അതേസമയം റിട്ടേൺസ് അടയ്ക്കുന്നതിന് 2 മാസത്തെ സാവകാശമുള്ളതിനാൽ തങ്ങൾ സമരത്തിനില്ലെന്നായിരുന്നു ഹസൻ കോയ വിഭാഗത്തിന്റെ നിലപാട്. GST അവ്യക്തതകൾ നീക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി കടകളടച്ച് പ്രതിഷേധിച്ചു. വേണ്ടത്ര അടിസ്ഥാന സൗകര്യവും പഠനവും വ്യക്തതയുമില്ലാതെ നടപ്പാക്കിയ GST കച്ചവടക്കാരെയും പൊതുജനങ്ങളെയും തമ്മിലടുപ്പിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ചെറിയ നിരക്കിൽ നികുതി അടച്ച് സ്റ്റോക്ക് ചെയ്ത പല സാധനങ്ങൾക്കും GSTയിൽ 18% കൂടുതൽ നിരക്കാണുള്ളത്. ഇത്തരം സാധനങ്ങൾ MRP വിലയിൽ വിറ്റാൽ കനത്ത നഷ്ടം സഹിക്കേണ്ടി വരും. GST സുഗമമായി നടപ്പാക്കുന്നതിനും റിട്ടേൺ സമർപ്പിക്കുന്നതിനും 3 മാസം അനുവദിക്കുമെന്ന സർക്കാർ ഉറപ്പ് പാലിക്കാതെ ലീഗൽ മെട്രോളജിയെയും വാണിജ്യ നികുതി ഉദ്യോഗസ്ഥരെയും ഉപയോഗിച്ച് അനധികൃതമായി പരിശോധന നടത്തുന്നതിനെതിരെയാണ് പണിമുടക്ക് നടത്തിയത്. ഹോട്ടലുകളും മെഡിക്കൽ ഷോപ്പുകളും സൂചനാ പണിമുടക്കിൽ പങ്കെടുത്തു. GSTയിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വ്യാപാരികൾ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. ആദായ നികുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. GST പ്രതിസന്ധി മുൻനിർത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തിയ പണിമുടക്കിന്റെ ഭാഗമായി കോഴിക്കോട് വ്യാപാരികൾ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. GST പ്രകാരമുള്ള നടപടികൾ 3 മാസത്തേക്ക് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് വ്യാപാരികൾ കടയടച്ച് പ്രതിഷേധിച്ചത്. വ്യാപാരികളുടെ പണിമുടക്കിന് സിമന്റ് വ്യാപാരികളും പിന്തുണ നൽകിയിരുന്നു. ആദായ നികുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ജില്ലാ വൈസ് പ്രസിഡന്റ് M ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര GSTയും കേരള GSTയും ഉൾപ്പെടെ ഇനി 2 ദൈവങ്ങളെ പേടിക്കേണ്ട അവസ്ഥയാണ് വ്യാപാരികൾക്കുള്ളതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ആദ്യമൊക്കെ നിങ്ങൾ വാറ്റ് ഉദ്യോഗസ്ഥന്മാരെ പേടിച്ചാൽ മതി. കേരളത്തിലുള്ളവര് ഇപ്പോൾ കച്ചവടം ചെയ്യുമ്പോൾ കേന്ദ്രത്തിൽ നിന്നും വരും. 2 അച്ഛനെ പേടിക്കണം നിങ്ങൾ. എന്റെ വ്യാപാരി സുഹൃത്തുക്കളെ, ചെറുകിട കച്ചവടക്കാരെ, നിങ്ങൾ അച്ഛരാണ്. നിങ്ങൾ 2 ദൈവങ്ങളെ പേടിക്കണം. നിങ്ങൾക്ക് കേരളത്തിലുള്ള GSTക്കാരെയും സെൻട്രലിലുള്ള GSTക്കാരെയും നിങ്ങൾ പേടിക്കണം. അവരൊക്കെ നിങ്ങളെ പിടിയിൽ വരും. CJ ടെന്നീസൺ അധ്യക്ഷത വഹിച്ചു. KP മൊയ്തീൻ കോയ, M ബാബുമോൻ, PV ഉസ്മാൻ കോയ, KP അബ്ദുൾ റസാഖ്, MK ഗംഗാധരൻ, വേണുകുമാർ, സുഷൻ പുറക്കാട്, മനാഫ് കാപ്പാട് തുടങ്ങിയവർ സംബന്ധിച്ചു. ഇന്ധനവില നിർണയത്തിനെതിരെ സംസ്ഥാനത്തെ പെട്രോൾ പമ്പ് ഉടമകൾ പമ്പുകളടച്ച് 24 മണിക്കൂർ സമരം നടത്തി. കോഴിക്കോട്ടെ സമരം ജനങ്ങളെ കാര്യമായി തന്നെ ബാധിച്ചു. പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ സമരം തുടരുമെന്ന നിലപാടിലാണ് പമ്പുടമകൾ.
ദിനംപ്രതിയുള്ള ഇന്ധനവില നിർണയത്തിനെതിരെ സംസ്ഥാനത്തെ പെട്രോൾ പമ്പ് ഉടമകൾ പമ്പുകൾ അടച്ച് 24 മണിക്കൂർ സമരം തുടങ്ങി. പമ്പ് ഡീലർമാരുടെ 2 സംഘടനകളും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പെട്രോൾ പമ്പ് സമരം കോഴിക്കോട് പൂർണ്ണമായിരുന്നു. ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ധനം ലഭിക്കാതെ ജനങ്ങൾ വലഞ്ഞു. കഴിഞ്ഞ ദിവസം പെട്രോൾ പമ്പുകളിൽ നീണ്ട ക്യൂവിൽ ഇടം നേടിയവർക്കും ഇന്ധനം ലഭിക്കാതെ മടങ്ങേണ്ട അവസ്ഥയായിരുന്നു. പെട്രോൾ പമ്പുകളിൽ അവശ്യ സ്റ്റോക്ക് ഇല്ലാഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇന്ധനവില സംബന്ധിച്ച് കൃത്യമായ മാനദണ്ഡങ്ങളില്ലാത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ പ്രതിസന്ധി വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇതേസമയം പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് പമ്പുകൾ അടച്ചിടുമെന്ന് സംഘടനാ ഭാരവാഹികളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കോഴിവിലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ നടത്തിവന്ന സമരം പിൻവലിച്ചു. ധനമന്ത്രി തോമസ് ഐസക്കുമായി കോഴിക്കോട്ട് നടന്ന ചർച്ചയിലാണ് വ്യാപാരികൾ സമരം അവസാനിപ്പിച്ചത്. ഇറച്ചിക്കോഴി കിലോയ്ക്ക് 87 രൂപ നിരക്കിൽ ഇനി ലഭ്യമാകും. കോഴിവിലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ നടപടിക്കെതിരെ സംസ്ഥാനത്തൊട്ടാകെ പ്രതിഷേധമുയരുമ്പോൾ ജില്ലയിലെ പ്രതിഷേധങ്ങളും ആളിക്കത്തുന്നു. കോഴിയിറച്ചിയുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡീലർമാർ, ചില്ലറ വ്യാപാരികൾ, തൊഴിലാളികൾ തുടങ്ങിയവർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. സെക്രട്ടറി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഇറച്ചിക്കോഴികളുടെ വില 87 രൂപയാക്കി നിശ്ചയിച്ച സർക്കാർ നടപടി തികച്ചും അന്യായമാണെന്ന് വ്യാപാരികൾ കുറ്റപ്പെടുത്തി. ഒരു കാരണവശാലും ഈ വിലയിൽ കേരളത്തിൽ കോഴികളെ വിൽക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ തന്നെയാണ് വ്യാപാരികൾ. GST വന്നതിന് ശേഷം കോഴിക്ക് ടാക്സ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ യാതൊരു ചർച്ചയും കൂടാതെ വില നിശ്ചയിക്കുകയാണ്. ഏത് അടിസ്ഥാനത്തിലാണ് 87 രൂപ അദ്ദേഹം കണ്ടുപിടിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. GSTക്ക് മുമ്പ് 103 രൂപയായിരുന്ന കോഴിവിലയിൽ നിന്ന് 16 രൂപ നികുതി കുറച്ച് 87 രൂപയാക്കണമെന്നാണ് പുതിയ മാനദണ്ഡം. എന്നാൽ GSTക്ക് മുമ്പ് 103 രൂപയ്ക്കല്ല ചില്ലറയായി കോഴി വിറ്റതെന്നും ഇറക്കുമതി വിലയാണ് ഇതെന്നുമെന്നാണ് വ്യാപാരികളുടെ പക്ഷം. ഇതേസമയം വില നിയന്ത്രണം സംബന്ധിച്ച് ഉറച്ച നിലപാടിൽ തന്നെയാണ് സർക്കാർ. റെയിൽവേ യാത്രക്കാരുടെ പ്രശ്നപരിഹാരത്തിനായി കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചു. സംഘടനയുടെ ആഭിമുഖ്യത്തിൽ തീവണ്ടി യാത്രക്കാരുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ സെമിനാറും NRUCC അംഗം രവീന്ദ്രന് സ്വീകരണവും നൽകി. മലബാർ പാലസിൽ നടന്ന പരിപാടി ചെയർമാൻ AV അനൂപ് ഉദ്ഘാടനം ചെയ്തു. റെയിൽവേയെ നിലനിർത്തുന്ന യാത്രക്കാർക്ക് ദേശീയ തലത്തിൽ ശക്തമായ ഒരു സംഘടന ഇല്ലാത്ത സാഹചര്യത്തിലാണ് എല്ലാ സംസ്ഥാനങ്ങളിലും മേഖലാടിസ്ഥാനത്തിൽ യൂണിറ്റുകൾ ആരംഭിച്ച് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചത്. ചെന്നൈ ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്താണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തീവണ്ടി യാത്രക്കാരുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ സെമിനാറും NRECC അംഗം രവീന്ദ്രന് സ്വീകരണവും സംഘടിപ്പിച്ചു. ഹോട്ടൽ മലബാർ പാലസിൽ നടന്ന പരിപാടി ചെയർമാൻ AV അനൂപ് ഉദ്ഘാടനം ചെയ്തു. PS ശ്രീധരൻപിള്ള NRUCC അംഗം രവീന്ദ്രനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തി. ഇന്ന് കേന്ദ്രത്തിലേക്ക് അത് എത്തുമ്പോൾ ഇന്നിവിടെ പറഞ്ഞ ഓരോ വാക്കുകളും ചാക്കുണ്ണിയേട്ടനായാലും മറ്റാളുകളെല്ലാം പറഞ്ഞ വാക്കുകളിൽ വലിയ പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ ഏത് പൊതുപ്രവർത്തകനെയും മുന്നോട്ട് നയിക്കുന്ന പ്രേരകശക്തി പ്രത്യാശയാണ്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നാളെ പറ്റിയാണ്. ജീവിതത്തിന്റെ എത്ര നാൾ നമ്മൾ ജീവിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്കൊരു പ്രത്യാശ ഉള്ളതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. CE ചാക്കുണ്ണി, C ചന്ദ്രൻ, C രവീന്ദ്രൻ, MP അൻവർ, TP വാസു, KJ ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്തകളിൽ ഒരു ഇടവേള. I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ടൂറിസം, ട്രാവൽ, ഹോട്ടൽ, റിസോർട്ട്, കാറ്ററിംഗ് ഉൾപ്പെടുന്ന ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഉന്നത ജോലിയും ഉയർന്ന ശമ്പളവും ഉറപ്പു നൽകുന്ന ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി കോഴ്സുകൾ. കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുള്ള സ്റ്റേറ്റ് കൌൺസിലിന്റെ ഫ്രാഞ്ചൈസിയായ ട്രാവൽ ആൻഡ് ടൂറിസം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് രാമനാട്ടുകരയിൽ ആരംഭിക്കുന്ന ആദ്യ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യമുള്ള കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0494244329 2729722. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് 10,000 രൂപ നിക്ഷേപിക്കുമ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നിക്ഷേപമുള്ള കാലം വരെയും 5 ലക്ഷം രൂപ വരെയുള്ള ക്യാൻസർ ചികിത്സ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ ആശുപത്രികളിൽ ഒന്നായ MVR ക്യാൻസർ സെന്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സൗജന്യമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9446383311. അതെ,
നിങ്ങളല്ലേ എനിക്കിപ്പോഴും ഡ്രസ്സ് വാങ്ങിച്ചിരുന്നേ, ഇത്തവണ ഞാൻ വാങ്ങിച്ചുതരാം. പേടിക്കണ്ട, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനാ. നിങ്ങൾക്ക് മാത്രമല്ല ഫുൾ ഫാമിലിക്കും ഉണ്ട്. ഒന്നല്ല 2 സെറ്റ് വീതം. കല്യാൺ സിൽക്സിന്റെ ആഡി സെയിൽ തുടങ്ങിയല്ലേ? ഇങ്ങനെ മനസ്സിലായി. പുതിയ കളക്ഷൻ, ഫുൾ ഫാമിലി, 2 സെറ്റ്. ഇതിൽ കൂടുതൽ എന്ത് ക്ലൂ വേണമടാ? കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഇൻ ഹൗസ് ഡിസൈനർമാർ ഒരുക്കുന്ന കളക്ഷനുകളാണ് 50% വരെ വിലക്കുറവ് ആഡി സെയിലിനായി എത്തുന്നത്. കല്യാൺ സിൽക്സ് ആഡി സെയിൽ 2017 ഏറ്റവും പുതിയ കളക്ഷനുകൾ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. An ideal center for higher education. വൈജ്ഞാനിക മേഖലയിൽ 2 പതിറ്റാണ്ടിന്റെ നിറ സാന്നിധ്യം. അവർ കോളേജ് കുന്നമംഗലം. +1 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് റെഗുലർ ക്ലാസുകളിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ക്ലാസുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BA ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, സോഷ്യോളജി ആൻഡ് BCom കോഓപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ, MA എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി, ഡിഗ്രി സൺഡേ ബാച്ചസ്. സ്കൂൾ ഗോയിങ് ട്യൂഷൻ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം. +1 +2 അക്കൗണ്ടൻസി ട്യൂഷൻ ആൻഡ് +1 +2 സയൻസ് ട്യൂഷൻ വിത്ത് എൻട്രൻസ് കോച്ചിങ്. കലാരംഗത്തും കായികമേളയിലും നിറ സാന്നിധ്യം. റഫറൻസ് ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ശാന്തമായ പഠനാന്തരീക്ഷം. അവർ കോളേജ് കോഓപ്പറേറ്റീവ് ബാങ്കിന് സമീപം, കുന്നമംഗലം. ഫോൺ നമ്പർ 9846295251, 0495323136. വാർത്തകൾ തുടരുന്നു. ജനകീയ നാടക സംഘമായ അരങ്ങിൽ പോരാട്ടത്തിനൊരുങ്ങുകയാണ്. സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ടൗൺ ഹാളിൽ നടന്ന ഫാസിസ്റ്റ് വിരുദ്ധ സിനിമാ പ്രദർശനം അനിൽകുമാർ തിരുവോത്ത് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ സാംസ്കാരികവും രാഷ്ട്രീയവുമായ പുരോഗമന കാഴ്ചപ്പാടുകളിലേക്ക് കൈപിടിച്ചുയർത്തിയ മലയാള നാടക പ്രസ്ഥാനത്തിന് ലോക നിലവാരത്തിലേക്ക് ഉയരാനും സാമൂഹ്യ മുന്നേറ്റത്തിന് പ്രചോദനമാകാനും പുരോഗമന ചിന്തയിലൂന്നിയ നാടക പ്രവർത്തകരുടെ സംഘടിത ശക്തിക്ക് സാധ്യമാവൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് ജനകീയ നാടക സംഘമായ അരങ്ങിൽ പോരാട്ടത്തിനൊരുങ്ങുന്നത്. സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ടൗൺ ഹാളിൽ നടന്ന ഫാസിസ്റ്റ് വിരുദ്ധ സിനിമാ പ്രദർശനം അനിൽകുമാർ തിരുവോത്ത് ഉദ്ഘാടനം ചെയ്തു. പശുവിനെ മുൻനിർത്തി മുസ്ലിം വംശത്തെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യമാണ് BJPയുടേതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കൃത്യമായി ഇവിടെ ക്ലാസ് പൊസിഷൻ എന്താണെന്നും വധിക്കപ്പെടുന്നവർ ആരാണ് എന്നും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. പശുവിന്റെ പിന്നിൽ, പശുവിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൊലപാതകങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്ന് തീർച്ചയായും അത് മുസ്ലിങ്ങളെ പങ്കെടുക്കുക എന്ന് പറയുന്നു. ചടങ്ങിൽ വിൽസൺ സാമുവൽ അധ്യക്ഷനായിരുന്നു. സന്തോഷ് പാലക്കട, KT കുഞ്ഞിക്കണ്ണൻ, പ്രതാപ് ജോസഫ്, KJ തോമസ്, കബനി ഹരിദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ നടൻ ദിലീപിന്റെ കോഴിക്കോട്ടെ കട ദേപ്പുട്ട് വിവിധ സംഘടനകൾ അടിച്ചു തകർത്തു. രാഷ്ട്രീയ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ നടൻ ദിലീപിന്റെ ഹോട്ടലുകളിലേക്ക് പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുതിയറയിലെ ദേപുട്ട് ഹോട്ടലിലേക്ക് യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തി. ഹോട്ടൽ അടഞ്ഞുകിടന്നതിനെ തുടർന്ന് ഹോട്ടലിന്റെ മുൻപിൽ ദിലീപിന്റെ കോലവും കത്തിച്ചു. തുടർന്ന് രാത്രി 11:15 ഡിവൈഎഫ്ഐയുടെ കൊടിയുമായി എത്തിയ ഒരു സംഘം കട പൂർണ്ണമായും തകർത്തു. 50ഓളം പേരുടെ നേതൃത്വത്തിലെത്തിയ സംഘം കല്ലും വടിയും ഇഷ്ടികയും ഉപയോഗിച്ച് കടയുടെ ചില്ല് പൂർണ്ണമായും തകർക്കുകയായിരുന്നു. കടയുടെ മുന്നിലുണ്ടായിരുന്ന ചെറിയ കമ്പിത്തൂണുകൾ ഉൾപ്പെടെ ഭാഗങ്ങളും തകർത്തു. സിറ്റി കൺട്രോൾ റൂമിൽ നിന്ന് എത്തിയ 12 പോലീസുകാരും കസബ സ്റ്റേഷനിൽ നിന്നെത്തിയ SI ഇസ്മയിലിന്റെ നേതൃത്വത്തിലുള്ള 6 പോലീസുകാരും ഉൾപ്പെടെ 18 പേരാണ് സ്ഥലത്തുണ്ടായിരുന്നത്. അതിനാൽ തന്നെ പോലീസിന് സംഘത്തെ തടയാൻ കഴിഞ്ഞില്ല. സംഭവത്തിന് ശേഷം ഡെപ്യൂട്ടി കമ്മീഷണർ ജയദേവ്, സിറ്റി ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ AK ബാബു, കസബ CI P പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി. ചൊവ്വാഴ്ചയും കടയ്ക്കു നേരെയുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ്. നടക്കാവ് ഗവൺമെന്റ് ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. എക്സൈസ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ MK ഗിരീഷ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഗവൺമെന്റ് ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. എക്സൈസ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ MK ഗിരീഷ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അല്ലെങ്കിൽ ചെവി, ഇത് അവിടെ ചെവിക്ക് ചെറിയ എന്തുണ്ട്, ഞരമ്പുകളുണ്ട്, അവിടെ ഒട്ടിച്ചു കൊടുത്ത് ലഹരി പിടിപ്പിക്കുന്ന ചെറുപ്പം. പാമ്പിന്റെ വിഷം കൊത്തിച്ചിട്ട് ലഹരി പിടിപ്പിക്കുന്ന ആളുകൾ പണ്ട് കോഴിക്കോട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല ആരാണ് എന്താണ്. അതിനേക്കാളും മാരകമായിട്ടുള്ള സാധനങ്ങളാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത്. കഞ്ചാവൊന്നും ഇപ്പൊ കുട്ടികൾ ഉപയോഗിക്കുന്നില്ല. പലതരത്തിലുള്ള വേദന സംഹാരികൾ ഉപയോഗിക്കുക. TC റോസ്മേരി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K യൂസഫ്
പ്രിവന്റീവ് ഓഫീസർ KP റഷീദ് എന്നിവർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്തുന്നതിന് കേരളത്തിൽ രണ്ടാം വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാകേണ്ടതുണ്ടെന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ ജില്ലാ പഞ്ചായത്തിന്റെ വിജയോത്സവം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ SSLCക്ക് മികച്ച വിജയം നേടിയ സ്കൂളുകൾക്കുള്ള അവാർഡ് വിതരണം അദ്ദേഹം നിർവഹിച്ചു. വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്തുന്നതിന് കേരളത്തിൽ രണ്ടാം വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാകേണ്ടതുണ്ടെന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് കലക്ടറേറ്റ് ഹാളിൽ ജില്ലാ പഞ്ചായത്തിന്റെ വിജയോത്സവം പരിപാടി ഉദ്ഘാടനവും SSLCക്ക് മികച്ച വിജയം നേടിയ സ്കൂളുകൾക്കുള്ള അവാർഡ് വിതരണവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സൗകര്യങ്ങൾ വർദ്ധിച്ചെങ്കിലും പഠന നിലവാരം ഉയർന്നിട്ടില്ല. ഇതിനു വേണ്ടത് രണ്ടാം വിദ്യാഭ്യാസ വിപ്ലവമാണ്. വിദ്യാർത്ഥികൾ എന്തു പഠിച്ചു എന്നല്ല, എന്ത് പഠിച്ചില്ല എന്നാണ് പരീക്ഷകളിൽ അളക്കപ്പെടുന്നത്. നിലവിലെ വിദ്യാഭ്യാസ രീതി കാര്യക്ഷമമായ മാറ്റത്തിന് വിധേയമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പലപ്പോഴും ഇന്നത്തെ പരീക്ഷ എന്ന് പറയുന്നത് കുട്ടിക്ക് എന്ത് അറിയില്ല എന്ന് പരിശോധിക്കുന്ന പരീക്ഷയാണ്. 26 അധ്യായമാണ്, 25 അധ്യായം കുട്ടി പഠിച്ചിട്ടുണ്ടാവും, 26ാമത്തെ അധ്യായം അതിന് വായിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല, അത് പകുതി വിട്ടുവരും. അതിവൻ അല്ലെങ്കിൽ ഇവൾ വായിച്ചിരിക്കാൻ സാധ്യതയില്ല എന്ന് ഊഹിച്ചിട്ട് അതിൽ നിന്നൊരു ചോദ്യം കൊടുത്തിട്ട് ആ ചോദ്യത്തിന് ഉത്തരം കുട്ടി പറഞ്ഞില്ലെങ്കിൽ ആഹ്ലാദിക്കുന്ന മനോഭാവമുള്ള പരീക്ഷ. അറിയുന്നത് എന്തെന്നുള്ള പരിശോധിക്കല്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി അധ്യക്ഷം വഹിച്ചു. കലക്ടർ UV ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഗിരീഷ് ചോലയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീന മുണ്ടേങ്കാട്ട്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PC ജോർജ് മാസ്റ്റർ, PK സജിത, സുജാത മനക്കൽ, AK ബാലൻ, അഹമ്മദ് പുന്നക്കൽ, VD ജോസഫ്, TK രാജൻ, AT ശ്രീധരൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുക്കം മുഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PD ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. ഓർമ്മപ്പൂക്കളും മധുരഗാനങ്ങളുമായി ഉറൂബിന് ആദരം. കേരള സാഹിത്യ അക്കാദമി ഉറൂബ് സ്മാരക സമിതിയുടെ സഹകരണത്തോടെ നടത്തിയ അനുസ്മരണ പരിപാടി സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഖദീജ മുംതാസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും സുന്ദരന്മാരും സുന്ദരികളുമായി കണ്ട മലയാളത്തിന്റെ മഹാനായ എഴുത്തുകാരന് ഓർമ്മപ്പൂക്കളിലൂടെയും മധുരഗാനങ്ങളിലൂടെയും ആദരം. കേരള സാഹിത്യ അക്കാദമി ഉറൂബ് സ്മാരക സമിതിയുടെ സഹകരണത്തോടെ KP കേശവമേനോൻ ഹാളിൽ നടന്ന ചടങ്ങിലാണ് പിന്മുറക്കാരുടെ ഓർമ്മകളിൽ ഉറൂബിന്റെ മഹാജീവിതം വീണ്ടും ഉയർത്തിയത്. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഖദീജ മുംതാസ് ഉദ്ഘാടനം ചെയ്തു. VR സുധീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. N ശശിധരൻ, E മാധവൻ, സുഭാഷ് ചന്ദ്രൻ, ഡോക്ടർ KP മോഹനൻ, KP വിജയകുമാർ, TP മമ്മൂദ്, KN കുഞ്ഞമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരുപക്ഷെ ഇന്നത്തെ വളരെ സങ്കീർണമായ സംഘർഷഭരിതമായ കാലത്ത് ഉറൂബ് വായന നൽകുന്ന ഒരു വല്ലാത്ത സാന്ത്വനമുണ്ട്, ഒരു നിർവൃതിയുണ്ട്. ഏതു തരത്തിലുള്ള സംഘർഷങ്ങളെയും ഒരു തരത്തിലുള്ള സാന്ത്വനമാക്കി പരിവർത്തിപ്പിക്കുന്ന സൗന്ദര്യത്തിൻ്റെ ഒരു സാങ്കേതിക വിദ്യ ഉറൂബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എഴുത്തിന് വേണ്ടിയുള്ള ഒരു നിർമ്മിതി എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ആവിഷ്കാരത്തിൽ തന്നെ അത് അന്തർലീനമാണ്. VT മുരളിയും സംഘവുമാണ് ഉറൂബിന്റെ ചലച്ചിത്രങ്ങളിൽ നിന്നുള്ള ഗാനങ്ങൾ ഉൾപ്പെടുത്തി പാടുന്ന നീലക്കുയിൽ എന്ന പരിപാടി അവതരിപ്പിച്ചത്. നീലക്കുയിൽ, ഉമ്മാച്ചു, കുരുക്ഷേത്രം, മിണ്ടാപ്പെണ്ണ്, അണിയറ, നായരുപിടിച്ച പുലിവാല് എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് അരങ്ങിലെത്തിയത്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. വിദ്യാഭ്യാസ രംഗത്ത് വിജയത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉത്കൃഷ്ടമായ 50 വർഷങ്ങൾ സമ്മാനിച്ച നെഹ്റു ഗ്രൂപ്പിന്റെ കോളേജുകളിൽ ഗവൺമെന്റ് ഫീസിനേക്കാൾ കുറവിൽ പഠിക്കാൻ സുവർണാവസരം. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ, മറ്റാർക്കും നൽകാനാവാത്ത ഫീസ് ഇളവുകൾ. എല്ലാ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട് and we all liked it. ഏയ്, എന്റെ ഒരു പിക്ചറെങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. We already have a plan. അമ്മേ, കല്യാണത്തിനിടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് and it's really very nice. അതല്ല, ഇതാ
gold and diamonds. ടൂറിസം, ട്രാവൽ, ഹോട്ടൽ, റിസോർട്ട്, കാറ്ററിംഗ് ഉൾപ്പെടുന്ന ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഉന്നത ജോലിയും ഉയർന്ന ശമ്പളവും ഉറപ്പു നൽകുന്ന ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി കോഴ്സുകൾ. കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുള്ള സ്റ്റേറ്റ് കൗൺസിലിന്റെ ഫ്രാഞ്ചൈസിയായ ട്രാവൽ ആൻഡ് ടൂറിസം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് രാമനാട്ടുകരയിൽ ആരംഭിക്കുന്ന ആദ്യ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യമുള്ള കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0494244329 2729722. വാർത്തകൾ തുടരുന്നു. വയലപ്ര ഹരിദാസൻ നമ്പ്യാരുടെ അമേരിക്ക മിത്തും യാഥാർത്ഥ്യവും പുസ്തകം സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ പ്രകാശനം ചെയ്തു. പുസ്തകം UK കുമാരൻ ഏറ്റുവാങ്ങി. ഹരിതം ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഹരിതം ബുക്സ് പ്രസിദ്ധീകരിച്ച വയലപ്ര ഹരിദാസൻ നമ്പ്യാരുടെ അമേരിക്ക മിത്തും യാഥാർത്ഥ്യവും പുസ്തകം സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ പ്രകാശനം ചെയ്തു. UK കുമാരൻ പുസ്തകം ഏറ്റുവാങ്ങി. അമേരിക്ക ഒരു പ്രത്യേക തരം സ്ഥലമാണ്. ദേശീയത എന്താണ് അമേരിക്ക ഇതിനെക്കുറിച്ച് ഒബാമയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഞങ്ങളെല്ലാം ചേർന്നതാണ്. ഒബാമയുടെ അനർഗളമായ പ്രവാഹത്തിൽ പ്രസംഗം കേൾക്കുന്നവരെ ആവേശഭരിതരാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശേഷി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ലോകം മുഴുവൻ അമേരിക്കയാണ്. ഞങ്ങൾക്ക് ഭിന്നിപ്പില്ല, വിവേചനമില്ല, വേർതിരിവുകളില്ല, എല്ലാം ചേരുന്നതാണ് അമേരിക്ക. അത് റിപ്പബ്ലിക്കനായാലും ഡെമോക്രാറ്റിക് ആയാലും ഒരു മനസ്സിലുള്ള ഒരു മനോഭാവം. എന്താണ് യഥാർത്ഥത്തിൽ എല്ലാം ചേരുന്നതാണ് അമേരിക്ക മലയാളം ഇതിന്റെ യാഥാർത്ഥ്യമാണ്. ഈ ലോകത്തെ ഉത്കൃഷ്ടമായതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് ഞങ്ങളാണ് എങ്ങനെയെന്ന് പറയാം. നല്ല ഊർജത്തിന്റെ ഉറവിടമുള്ള ഖനിക ലോകത്തെ എവിടെയെങ്കിലും ഉണ്ടോ? അത് ഞങ്ങളുടേതാണ്. KT കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ദേശാഭിമാനി വാരിക എഡിറ്റർ CP അബൂബക്കർ, KN, U ഹേമന്ത് കുമാർ, വൈലപ്ര ഹരിദാസൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. പ്രതാപൻ തായാട്ട് സ്വാഗതവും KV സുഭാഷ് നന്ദിയും പറഞ്ഞു. ലാളിത്യത്തിലാണ് സാഹിത്യത്തിലെ സൗന്ദര്യമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ കവിയാണ് കുഞ്ഞുണ്ണി മാഷെന്ന് MP അബ്ദുസമ്മദ് സമദാനി. കുഞ്ഞുണ്ണി അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന കുട്ടേട്ടൻ സാഹിത്യ പുരസ്കാര സമർപ്പണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുഞ്ഞുണ്ണി അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടേട്ടൻ സാഹിത്യ പുരസ്കാര സമർപ്പണവും കുഞ്ഞുണ്ണി സ്മൃതിയും സംഘടിപ്പിച്ചു. അളകപുരിയിൽ നടന്ന ചടങ്ങിൽ MP അബ്ദുസമ്മദ് സമദാനി 10ാം കുട്ടേട്ടൻ സാഹിത്യ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. കുട്ടേട്ടൻ സാഹിത്യ പുരസ്കാരങ്ങൾ അജ്മൽ ഖാൻ, റഹ്മത്തുന്നീസ, അഞ്ജലി കൃഷ്ണൻ എന്നിവർ ഏറ്റുവാങ്ങി. ലാളിത്യത്തിലാണ് സാഹിത്യത്തിലെ സൗന്ദര്യമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ കവിയും തത്വചിന്തകനും വാത്മീകിയുമായിരുന്നു കുഞ്ഞുണ്ണി മാഷെന്ന് സമദാനി പറഞ്ഞു. കാലത്തിന് ഒരു മുഴം മുമ്പേ എറിഞ്ഞ വാക്കുകളാണ് കുഞ്ഞുണ്ണി കവിതകൾ. പുതിയതിനെ വാരിപ്പുണരുന്ന മലയാളി ശാശ്വത മൂല്യങ്ങളെ വിസ്മരിച്ചും പഴയകാല നന്മകളെ ചവിട്ടി മെതിച്ചുമാണ് കടന്നുപോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കവിതയിലൂടെ തത്വചിന്ത പകർന്ന മലയാളത്തിൽ മാറ്റത്തിന്റെ ദൂതനായി മാറിയ വലിയ എഴുത്തുകാരനായിരുന്നു കുഞ്ഞുണ്ണി മാഷെന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തി കൽപ്പറ്റ നാരായണൻ അഭിപ്രായപ്പെട്ടു. PK ബാലകൃഷ്ണനാണ് അതിന് ആമുഖം എഴുതിയിട്ടുള്ളത്. പ്രബുദ്ധരുടെ സദസ്സിൽ കുഞ്ഞുണ്ണി വളരെ ശ്രദ്ധേയനായിരുന്നു എന്നർത്ഥം. ലത്തീഫ് പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, AK മുഹമ്മദ് അലി, അനന്തകൃഷ്ണൻ, M ഗോകുൽദാസ്, ജ്യോതി പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ വ്യവസായ യൂണിറ്റുകൾ ഉയർന്നു വരണമെന്ന് മന്ത്രി AC മൊയ്തീൻ. കേരള വ്യവസായ വാണിജ്യ നയത്തിന്റെ കരട് റിപ്പോർട്ടിന്മേൽ വിവിധ ജില്ലകളിൽ വ്യവസായ വാണിജ്യ പ്രമുഖരുമായി കോഴിക്കോട്ട് നടത്തിയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ വ്യവസായ യൂണിറ്റുകൾ ഉയർന്നു വരണമെന്ന് വ്യവസായ മന്ത്രി AC മൊയ്തീൻ അഭിപ്രായപ്പെട്ടു. കേരള വ്യവസായ വാണിജ്യ നയത്തിന്റെ കരട് റിപ്പോർട്ടിന്മേൽ കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വ്യവസായ വാണിജ്യ പ്രമുഖന്മാരുമായി ഹൈസൺ ഹോട്ടലിൽ നടന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലൈസൻസ് നിയമങ്ങളിലെ പാളിച്ചകൾ പരിശോധിക്കും. ലൈസൻസ് സാങ്കേതിക കാര്യങ്ങളുടെ ഏകോപനത്തിനുള്ള ജില്ലാതല കമ്മിറ്റി ഫലപ്രദമാക്കുന്നതിന് പ്രായോഗിക നടപടികളെടുക്കും. ഗെയിൽ പ്രകൃതിവാതക പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏതാണ്ട് അവസാനിച്ചതിനാൽ വ്യവസായികൾക്ക് ഗുണപ്രദമാകും. മലബാറിനെ അവഗണിക്കുകയാണെന്ന പരാതിയിൽ കഴമ്പില്ല. സർക്കാരിന് ഒരു ജില്ലയോടും വിവേചനമില്ലെന്നും ഇത് സംബന്ധിച്ച് ചർച്ചയിൽ ഒരംഗത്തിന്റെ പരാതി പരാമർശിക്കവേ മന്ത്രി പറഞ്ഞു. വീടുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചെറുകിട സംരംഭങ്ങളുടെ ഉൽപാദന വ്യവസ്ഥയിലൂടെ കേരളത്തിൽ ഒരു വ്യവസായ സംസ്കാരം, ഇതിനൊക്കെ പരിഹാരം കാണണമെങ്കിൽ, ഇതിനാവശ്യമായ ഒരു സംസ്കാരം, ഒരു നിക്ഷേപ സൗഹൃദമാകണമെങ്കിൽ സ്ഥലവും സൗകര്യവും എനർജിയും ഒന്നും ഉണ്ടായാൽ പോരല്ലോ. മനുഷ്യന്റെ മനസ്സിലെ മാറ്റം ഉണ്ടാകണം. അതിനോ സംരംഭങ്ങൾ
കുടുംബത്തിൽ നിന്ന് ആരംഭിക്കാൻ കഴിയുന്ന ഒരു പുതിയ സംസ്കാരത്തിലേക്ക് പോകുന്ന കാര്യത്തിനെ കുറിച്ചാണ് ഈ നയത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഞങ്ങൾ ഊന്നിയത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഒരു ജില്ലയോടും പ്രത്യേക അവഗണനയുടെ പ്രശ്നമൊന്നുമില്ല. വ്യവസായ വികസന കോർപ്പറേഷൻ MD M ബീന കരട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വ്യവസായ സെക്രട്ടറി സഞ്ജയ് കൗൾ, കിൻഫ്ര MD സന്തോഷ് കുമാർ, വ്യവസായ വാണിജ്യ ഡയറക്ടർ KN സതീഷ്, V രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികളും വ്യവസായ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് ബീച്ച് ഇൻസ്റ്റലേഷൻ സെറിമണി കോഴിക്കോട് YMCA ഹാളിൽ നടന്നു. ക്ലബ് പ്രസിഡന്റ് സജീവ് കുമാർ P അധ്യക്ഷനായ ചടങ്ങിൽ പുതിയ പ്രസിഡന്റായി NP സുരേഷും സെക്രട്ടറിയായി MP അനീഷും ട്രഷററായി രജീഷും പുതുതായി സ്ഥാനമേറ്റു. ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് ബീച്ച് ഇൻസ്റ്റലേഷൻ സെറിമണി YMCA ഓഡിറ്റോറിയത്തിൽ നടന്നു. ലയൺസ് ക്ലബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ഐബ് തോമസ് PMJF മുഖ്യാതിഥിയായി പങ്കെടുത്തു. ക്ലബ്ബ് പ്രസിഡന്റ് സജീവ് കുമാർ P അധ്യക്ഷനായിരുന്നു. ഡിസ്ട്രിക്റ്റിലെ 120ഓളം ക്ലബിന്റെ സാന്നിധ്യവും സഹകരണം കൊണ്ട് ഏറ്റവും നല്ല ഒരു ഗവർണറായി മാറാനും ജനങ്ങളെ അംഗീകാരം പിടിച്ചു പറ്റിക്കൊണ്ട് മെമ്പേഴ്സിന്റെ ആയിക്കോട്ടെ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാവരും പിടിച്ചു പറ്റിക്കൊണ്ട് ഒരു വർഷം ഉത്സവമാക്കി മാറ്റിയ നമ്മുടെ ഗവർണർ ശിവപ്രസാദ് ഞാൻ ആദ്യമായി നന്ദി അറിയിച്ചുകൊണ്ടുള്ളൂ ഞാൻ തുടങ്ങട്ടെ. സെലിബ്രേറ്റ് ലയണിസം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാചകം. ചടങ്ങിൽ സോണൽ ചെയർമാൻ സാംസൺ M ജോൺ സ്വാഗതവും സെക്രട്ടറി സുരേഷ് NP പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ചടങ്ങിൽ പുതിയ പ്രസിഡന്റായി സുരേഷ് NP, സെക്രട്ടറി അനീഷ് MV, ട്രഷറർ രജീഷ് എന്നിവർ സ്ഥാനം ഏറ്റെടുത്തു. UK ഭാസ്കരൻ നായർ, അനിരുദ്ധൻ, രാംദാസ് എന്നിവർ സംസാരിച്ചു. സമന്വയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബേപ്പൂർ നടുവട്ടം തോണിച്ചിറയിലെ കട്ടുകാലി നിലത്തെ സമന്വയ റോഡ് പുനരുദ്ധീകരിച്ചു. റോഡ് നവീകരണത്തിന് തുക അനുവദിച്ചിട്ടുണ്ടെന്നും ടെൻഡർ നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും കൌൺസിലർ N സതീഷ് അറിയിച്ചു. കോർപ്പറേഷൻ ബേപ്പൂർ മേഖലാ കാര്യാലയത്തിന് കീഴിൽ നടുവട്ടം തോണിച്ചിറയിലെ കട്ടുകാലി നിലത്തെ സമന്വയ റോഡാണ് സമന്വയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുനരുദ്ധീകരിച്ചത്. മഴക്കാലമായതോടെ റോഡിന്റെ സ്ഥിതി വളരെയധികം ദയനീയമായിരുന്നു. സമീപത്തെ സ്കൂളുകളിലേക്കും മറ്റും കുട്ടികളും രക്ഷിതാക്കളും പോയിരുന്നത് ഈ വെള്ളക്കെട്ട് താണ്ടിയാണെന്ന് നാട്ടുകാർ പറയുന്നു. മഴക്കാലമായി കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പാടാണ്. കാരണം ഇവിടെ ഒരു സ്കൂളുണ്ട്. സ്കൂളിൽ നിന്ന് കുട്ടികളും സ്ത്രീകളും ഒക്കെ മുട്ടനാകും പൊന്തിച്ചും കഴിഞ്ഞാണ് ഈ നദി കടന്നു പോണത്. ഒരു നമ്മളെ കൗൺസിലറായിട്ട് ഞങ്ങൾക്ക് ഒരു ഈ റോഡിന്റെ പ്രശ്നത്തിൽ ഒരു ഇതുണ്ടായിട്ടില്ല. പകുതി റോഡ് അവിടെ പൊളിഞ്ഞെടുക്കുകയാണ്. ഇവിടെ ആരെങ്കിലും ഒരു ഇത് വേണ്ടേ? കാരണം ഇതുവരെ ഭരിച്ചതെന്ന് പറയാൻ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ തന്നെയാണ്. പുതിയൊരു ഗവൺമെൻറ് വന്ന് പുതിയൊരു കോർപ്പറേഷൻ ഒരു മെമ്പറും വന്ന് മെമ്പർ ഒക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാണ്. പക്ഷേ ഈ വഴിക്ക് കാണുന്നില്ല. വിളിച്ച് കഴിഞ്ഞ് ഞങ്ങളൊരു സമന്വയ കൂട്ടായ്മൻ്റെ യോഗത്തിന് വരെ വിളിച്ചിട്ട് പോലും അയാൾക്ക് വരാൻ കഴിഞ്ഞില്ല. റോഡിന്റെ നവീകരണത്തിൽ സ്ഥലം കൗൺസിലർ വേണ്ടത്ര ഗൗരവം കാണിച്ചില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. എന്നാൽ പ്രസ്തുത റോഡിനായി വകയിരുത്തിയ തുകയായ 20 ലക്ഷം പ്രദേശത്ത് തന്നെയുള്ള സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണത്തിനായി മാറ്റിയെന്നും സാംസ്കാരിക നിലയത്തിന് അനുവദിച്ച 10 ലക്ഷം റോഡിനായി മാറ്റിയിട്ടുണ്ടെന്നും കഴിഞ്ഞ തവണത്തെ ടെൻഡറിൽ ഒരാൾ മാത്രമാണ് പങ്കെടുത്തത്, അതുകൊണ്ടാണ് ടെൻഡർ മാറ്റിവെച്ചത്. ഈ ആഴ്ച വീണ്ടും ടെൻഡർ വിളിച്ചിട്ടുണ്ടെന്നും മുറയ്ക്ക് തന്നെ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും കൌൺസിലർ N സതീഷ് കുമാർ പറഞ്ഞു. ശ്രമദാനത്തിന് സമന്വയ കൂട്ടായ്മയുടെ പ്രസിഡന്റ് P രാധാകൃഷ്ണൻ, സെക്രട്ടറി P വിജയൻ, S അയ്യർ സ്വാമി, T രാമകൃഷ്ണൻ, PV ഉദയകുമാർ, K സുനിൽകുമാർ, K അനീഷ്, K രഞ്ജിത്ത്, C ശശി, V ഹനീഷ്, T പ്രമീള എന്നിവർ നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനങ്ങളെ വലച്ച് പെട്രോൾ സമരം തുടരെയുള്ള ഇന്ധനവില നിർണയത്തിനെതിരെ സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ സമരത്തിൽ. GST പ്രതിസന്ധി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപക കടയടപ്പ് സമരം. വില നിയന്ത്രണത്തെ തുടർന്ന് കോഴി വ്യാപാരികൾ നടത്തിവന്ന സമരം പിൻവലിച്ചു. ധനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. റെയിൽവേ യാത്രക്കാരുടെ പ്രശ്നപരിഹാരത്തിന് പുതിയ സംഘടന. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ഇനി യാത്രക്കാരിലേക്ക്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്.